ഹായ് സുഹൃത്തുക്കളെ, നമ്മളൊക്കെ സാധാരണയായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപ്പമോ ചപ്പാത്തിയോ പുഴുക്കുവറങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന പാലപ്പമാണ് കേട്ടോ. പാലപ്പത്തിന്റെ കൂടെ നമ്മൾ സാധാരണ നോൺ വെജ് ആയിട്ടുള്ളതൊക്കെ കഴിക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വെച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. അതിന്റെ ഒരു വീഡിയോ, അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നുള്ള ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ആദ്യം ഒരു സംഭവന ചെയ്യുന്നത്. എന്തായാലും രാവിലത്തെ അതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കണ്ടോ, ഇന്ന് രാവിലെ അരച്ചെടുത്തതാണ്. കാര്യം ഇന്നലെ എല്ലാം കൂടി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് രാവിലെ ഞാൻ അരച്ച് ഇപ്പൊ ചുട്ടെടുത്തതാണ് കേട്ടോ. കറി താണ്ട് ഇത് കൊഞ്ചാണ് കേട്ടോ, പ്രോൺസ്. നമ്മുടെ നാടൻ കൊഞ്ച് കിട്ടിയപ്പോൾ അതൊരു നിർവാണ വെച്ചതാണ്. സാധാരണ ഫിഷ് നിർവാണയൊക്കെ സാധാരണ എല്ലാവരും വെക്കാറുണ്ടായിരിക്കില്ല. ഇത് കൊഞ്ചുകൊണ്ട് വെച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. എന്തായാലും അമ്മയ്ക്ക് സാധാരണ ഒന്നും ഇഷ്ടപ്പെടുന്നതല്ല കേട്ടോ. അമ്മ ദാ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും ഇഷ്ടപ്പെടുന്നതല്ല, എന്തായാലും കഴിക്കുന്നുണ്ട്. നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. എങ്ങനെയുണ്ട് അമ്മയെ കഴിച്ചിട്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും പുളിയൊക്കെയോ? പുളിയെല്ലാം പുളി ഇച്ചിരി കൂടുതലാണോ? സാധാരണ ഒന്നും നല്ലതാന്ന് പറയുന്ന ആളല്ല കേട്ടോ. പക്ഷെ പുളി അല്പം കൂടുതലുണ്ടെന്ന് പറയുന്നത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അല്ലാതെ എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ല ടേസ്റ്റ്. നമുക്ക് കൊഞ്ച് നിർവാണ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 1 കിലോ കൊഞ്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് മസാല വേണം കേട്ടോ. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയുമാണ് ആദ്യം നമുക്ക് വേണ്ടി. അധികം മസാലയൊന്നും വേണ്ട. കാര്യം പിന്നീട് വേറെ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നാരങ്ങാനീരായാലും ഒഴിക്കാം കുറച്ച് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് വരും. എൻ്റെ നാരങ്ങ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത്. നല്ലപോലെ മസാല തേച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജ് വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ മസാല പിടിച്ച് കിട്ടും കേട്ടോ. ഞാനിവിടെ അരി അരച്ചു വെച്ചിട്ടുണ്ട്. അരി അരച്ച് എങ്ങനെയാന്ന് വെച്ചാൽ, ഇന്നലെ തന്നെ ഞാൻ നല്ലതുപോലെ വൃത്തിയായിട്ട് കഴുകി ആവശ്യത്തിന് ചോറ്, ആവശ്യത്തിന് ഇതിൽ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഈസ്റ്റ് കുറച്ച് മാത്രം മതി കേട്ടോ. അത് പിന്നെ കുറച്ച് തേങ്ങയാണ് കേട്ടോ. ഇപ്പൊ 2 ഗ്ലാസ് അരി ഉണ്ട്, ഞാൻ 1 ഗ്ലാസോളം തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇത്രയും കൂടെ ചേർത്ത് അധികം വെള്ളമില്ല, അത് അരി മൂടിക്കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ച് ഇന്നലെ കുതിരാൻ വെച്ചിട്ട് അരച്ചെടുത്തത്. അപ്പൊ ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വെക്കണം. ഇപ്പൊ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പൊ ഒരു തവ, നമ്മൾ ഫ്രൈങ് പാൻ എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ കുറേശ്ശെ വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ ഇതിട്ട് അധികം മൂപ്പിക്കാതെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അധികം മൂക്കേണ്ട ആവശ്യമില്ല. അധികം മൂത്താല് കൊഞ്ചെന്ന് പറഞ്ഞാൽ കുറച്ച് റബ്ബർ പോലെ ആയിപ്പോവും. അപ്പൊ അധികം മൂക്കാതെ ഇപ്പൊ ഈ പരുവമൊക്കെ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് പറഞ്ഞില്ല, ഒത്തിരി മൂപ്പിക്കാതെ തന്നെ. കാര്യം ഇത് നമ്മൾ ചെയ്യുന്ന നിർവാണയാകുമ്പോൾ അതിൽ കിടന്ന് വീണ്ടും ഒന്നുകൂടെ വെന്ത് കിട്ടേണ്ടതാണ്. അപ്പൊ ഈ പരുവത്തിൽ തന്നെ നമ്മളതൊന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്ടിയ, മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ വാഴയുടെ തുമ്പല മതി കേട്ടോ. അതൊന്ന് ഉള്ളിൽ വെച്ചിട്ട് കുറച്ച് നല്ല വെളിച്ചെണ്ണ, അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് പച്ചമാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയൊരു മാങ്ങ കേട്ടോ, കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. കുറച്ച് പുളിക്ക് വേണ്ടിയാണ്. പിന്നെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളും കൂടെ ഇതിന് മുകളിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇത് നല്ല ടേസ്റ്റി വിഭവം തന്നെയാണ് കേട്ടോ. നമുക്കിത് എപ്പോഴും ചിക്കൻ കറി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വെക്കാതെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് കിട്ടും. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാൽ തന്നെ വേണം. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേണം ഇത് വെന്ത് കിട്ടാൻ. ഒട്ടും തന്നെ അതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. കുരുമുളകാണ് മെയിനായിട്ട് എരിക്ക് വേണ്ടിയുള്ളത്. ഉപ്പും കുരുമുളകും നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് അധികം സമയമൊന്നും വേണ്ട, ഒന്ന് കുറുകി വരും കേട്ടോ. ആ പരുവമാകുമ്പോൾ നമുക്ക് എടുക്കേണ്ടതാണ്. കണ്ടോ, ഇത്രയും മതി. ഇതിനി നമുക്ക് വാങ്ങിയൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കണ്ടോ, നല്ല എളുപ്പമല്ലേ, ഈസി അല്ലേ ഇത്. നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് ആ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, നല്ല ജ്യൂസിയാണ് കേട്ടോ. ജ്യൂസി എന്ന് പറഞ്ഞാൽ ഈ നിർവാണ വെച്ച് കഴിയുമ്പോൾ ഈ കൊഞ്ചൊക്കെ നല്ല ഒരു ജ്യൂസായിട്ട് നമ്മൾ അതിങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ലൊരു ജ്യൂസി പരുവത്തിലായിരിക്കും. അപ്പം എന്തായാലും പാലപ്പം കണ്ടോ, നല്ല സോഫ്റ്റ് പാലപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കിട്ടുന്നത് കേട്ടോ. വലിയ പുളിപ്പും ഇല്ലാതെ കിട്ടും നമുക്ക്.
സാധാരണ നമ്മൾ എന്താ ഈസ്റ്റൊക്കെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേനും നല്ല പുളിയായിരിക്കും. ഇതിനങ്ങനെ പുളിപ്പൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ പാലപ്പം ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഇതുപോലെ കൊഞ്ചിന്റെ നിർവ്വാണയും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.